ഹായ്. ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന ഒരു ആക്സിഡൻറ്റ് അതിനോട് റിലേറ്റ് ചെയ്തിട്ട് കുറേ അധികം ന്യൂസുകൾ ഞാൻ കണ്ടിരുന്നു. എനിക്കിത് കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് ഈ സബ്ജക്റ്റ് ഞാൻ എടുക്കുന്നത്. വാസ്തവത്തിൽ ഞാനൊരു പ്രവാസിയായിരുന്നു. മിക്കവാറും എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ എല്ലാവരും അഹങ്കാരി എന്ന് പറഞ്ഞിരുന്ന ഒരു റീസൺ, ഞാൻ എന്നെ കൊണ്ടുവിടാനോ എടുത്തുകൊണ്ട് വരാനോ ആരെയും നിർബന്ധിക്കാറില്ല. വരുമ്പോൾ ഞാനൊരു ടാക്സി വിളിച്ച് വീട്ടിലേക്ക് വരും, പോകുമ്പോഴും അതേപോലെ തന്നെ ഒരു ടാക്സി വിളിച്ചിട്ട് അതിലേക്ക് അങ്ങ് പോകും. ഒരാൾ കൊണ്ടുവിടുക, എടുത്തുകൊണ്ട് വരിക, ഇത്തരം കുത്സിതങ്ങൾക്കൊന്നും എനിക്ക് താല്പര്യമില്ല. ഇപ്പോൾ എനിക്ക് പകരം എൻ്റെ മകനാണ് പോകുന്നതെങ്കിലും എയർപോർട്ടിലേക്ക് ഞാൻ പയ്യെ കൊണ്ടുവിടും, ഞാൻ തനിച്ച് തിരിച്ചിഞ്ഞ് വരും. മാക്സിമം ഞാൻ തനിച്ചാണെങ്കിൽ നല്ല സ്പീഡിൽ വണ്ടി ഓടിക്കാറുള്ളൂ. ഫാമിലി കൂടെ ഉണ്ടെങ്കിൽ വളരെ കൺസേൺ ആയിട്ട് തന്നെയാണ് വണ്ടി ഓടിക്കുക. കാരണം നമ്മുടെ മാത്രം ജീവനല്ല നമ്മൾ ഉത്തരവാദി, നമ്മുടെ കൂടെ ഇരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ ബന്ധുക്കൾക്കും ഒക്കെ ഉത്തരവാദി നമ്മളാണ്. ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഈസി ടാസ്ക് അല്ല. പണ്ടത്തെ ചെറുപ്പകാലത്തൊക്കെ ആണെങ്കിൽ ഡ്രൈവിംഗ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര റെസ്പെക്റ്റ് ആണ്. കാരണം എത്ര കെയർഫുള്ളായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു സെക്ഷൻ ആണെന്നുള്ളത് അത് ബോധമുള്ളവർക്ക് അറിയും. ഇന്നിപ്പം വേറെ പണിയൊന്നും ഇല്ലാത്തവൻ ഡ്രൈവർ ആവുന്ന ഒരു ലെവലാണല്ലോ. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരിക്കലും ഒരു ഡ്രൈവർ മൂലം നടന്ന സംഭവമല്ല, ഗൃഹനാഥൻ തന്നെ ചെയ്തതാണ്. പിന്നെ ഭാര്യയുടെ സഹോദര പുത്രനെ US കൊണ്ടുവിടാൻ വേണ്ടി പോകുന്നു. നമ്മൾ എയർപോർട്ട് വരെ പോയാൽ മാത്രമേ അവരോട് സ്നേഹം ഉണ്ടാവൂ എന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള വേലകൾ കാണിക്കുന്നത്. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകാൻ ചാൻസ് ഇല്ലാത്ത വ്യക്തികൾ ആകെ കിട്ടുന്ന ഒരു അവസരം എയർപോർട്ടെങ്കിൽ എയർപോർട്ടെന്ന് മുന്നോട്ട് തള്ളി കയറുന്നതുകൊണ്ട് നിങ്ങൾ കൂട്ടത്തോടു കൂടി ഒരു വണ്ടിക്കകത്ത് കുത്തി കയറി അവിടെ ചെന്നെന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേകതയുമില്ല. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെ യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുന്നതാണ് നല്ലത്. അല്ലാതെ ഈ കൂട്ടത്തോടു കൂടി അവിടെ ചെന്ന് അവിടെയും കുറേ സീനാക്കി അവർക്കും കുറേ വിഷമം ഉണ്ടാക്കി ഒരു ലാഭവും ഇല്ലാത്ത കേസാണ്. എയർപോർട്ടിൽ നമ്മൾ വന്ന് ഇറങ്ങി അപ്പോഴേ തന്നെ കയറി പോകുക എന്നതിനപ്പുറം തിരിച്ചിറങ്ങി വന്നിട്ട് അവിടെ നിന്നുകൊണ്ടുള്ള മെലോ ഡ്രാമ ഇതൊന്നും വേർത്തല്ല. ഇപ്പോഴത്തെ കാലത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ അവർക്ക് വന്ന വൻ നഷ്ടമുണ്ടല്ലോ, നികത്താൻ പറ്റുന്ന നഷ്ടമല്ല. കുറച്ച് കേൾക്കാം. ഈ ആക്സിഡൻറ്റ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിലേക്കാണ് വന്ന് ഇടിച്ചതെന്നാണ് പറയണത്. ബസ് 10 മൈൽ സ്പീഡിലായിരുന്നു, വളരെ സ്ലോയിൽ വന്നുകൊണ്ടിരുന്ന ബസ്സാണ്. എൻ്റെ പുറകിൽ നിന്നിരുന്ന ഒരാളാണ് ഈ കാര്യം പറയുന്നതെന്ന് കേൾക്കാം. ആ ഡ്രൈവറും കണ്ടക്ടറും നിന്ന് കരയുക കിടന്നു. അവറ്റങ്ങൾ എന്ത് ചെയ്യാൻ നോക്കും? ഞാൻ ഇത് രാവിലെ 6 മണിക്കാണ്, 6:02 ഇതൊരു 10-30 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ ഈ വണ്ടിക്ക്. ഇതിൻ്റെ പുറം ഞങ്ങൾ 2 വണ്ടിക്കാർ വരിക. വന്നപ്പോഴതുകൊണ്ടില്ല, ATMൻ്റെ ഫ്രണ്ടിൽ വെച്ച് റോഡിൽ കിടന്ന് കറങ്ങി അടിച്ചേച്ച് വന്ന് ഈ താറ് വന്ന് അതിലിടിക്കുന്നത്. ഇടിച്ച് കയറി അപ്പോഴേ ഒരു പെങ്കൊച്ച് വെളി ചാടി ഗ്ലാസ്സിൽ കൂടെ. പിന്നെ ബസ്സിൽ നിന്നൊരു ചേച്ചി ചാടി. ആ ചേച്ചിയുടെ കാര്യം കഷ്ടമാണ്. അത് കരുനാഗപ്പള്ളി ആശുപത്രി കൊണ്ട് അന്നേരം കുറുപ്പിൻ്റെ ആശുപത്രിയിൽ നിന്നുള്ള ആംബുലൻസ് വന്ന് അപ്പോഴേ കൊണ്ടുപോയി. ഭഗവാനെ, ആ ഡ്രൈവറും കണ്ടക്ടറും നിന്ന് കരയുക കിടന്നു. ശരിയാണ്. ഈ ആക്സിഡന്റ് നടക്കുന്ന അവസരത്തിൽ പുള്ളിക്കാരൻ അത് വിറ്റ്നസ് ആയ ആളാണ് പറയുന്നത്. ശരിയാണ്, അത് സഹിക്കാൻ പറ്റുന്ന കേസല്ല. പക്ഷേ എന്നിരുന്നാലും എന്ത് ചെയ്യാൻ പറ്റും? രണ്ടുപേരുടെയും കുറ്റമല്ലല്ലോ. എനിക്ക് തോന്നുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറങ്ങി എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് അറിയില്ല. പക്ഷേ ഇത് ഉറങ്ങിയതായിരിക്കാൻ ചാൻസ് കുറവാണ്. നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓപ്പോസിറ്റ് വരുന്നവരുടെ കണ്ണിലേക്ക് അടിക്കുന്ന കണക്കാണ് ഈ ലൈറ്റ് വെച്ച് കൊടുക്കുന്നത്. ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഞാൻ മിക്കവാറും ഒതുക്കി നിർത്താറാണ് പതിവ്. അത്ര ഡാമേജ് ഉണ്ടാക്കും അത്. നമുക്ക് റോഡ് അറിയില്ല എങ്കിൽ നമ്മൾ വരുന്ന ആ സ്പീഡിൽ, ആ ഒരു കർവ് ആണെങ്കിൽ അവിടെ തന്നെ ഇടിച്ചങ്ങ് കയറും, വേറെ വഴി ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ വണ്ടിയുടെ ലൈറ്റോ മറ്റോ ആയിരിക്കും പ്രശ്നം ഉണ്ടാക്കി. പെട്ടെന്ന് പുള്ളി സഡനായിട്ട് അത് കാണുകയോ പകയ്ക്കുകയോ ചെയ്തതിൻ്റെ പേരിൽ സഡൻ ബ്രേക്കോ മറ്റോ എന്തോ എങ്ങനെയോ അത് ഇടി കിട്ടി എന്നുള്ളതാണ്. ആരുടെ കുറ്റപ്പെടുത്തലാണെങ്കിലും പുള്ളിയുടെ സമയമായി. കൂടെ ആ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടതാണ് ഏറ്റവും വേദനാജനകം. എങ്ങനെ അവരത് സഹിക്കുമെന്നുള്ളതാണ് കഷ്ടം. ഒന്നും പറയാനില്ല. ആ കുടുംബത്തിൻ്റെ നഷ്ടത്തിന് ഒരു ഇതുമില്ല. ഇത്രയും മോശപ്പെട്ട രീതിയിലൊരു മരണം, അതും ഈ താറ് ജീപ്പ് എന്ന് പറയുമ്പം സാധാരണ നല്ല ബലമുള്ള സംഗതിയാണ്. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്കതിൻ്റെ ബോണറ്റും അതുപോലെ അംബാസഡർ കാറോ ഇതോ ഒക്കെ ആക്സിഡൻറ്റിൽ പെടുക എന്ന് പറയുമ്പം സിവിയർ ആയിട്ടായിരിക്കും അത്തരം ആക്സിഡൻറ്റുകളിൽ ആളുകൾ മരിക്കുന്നുണ്ടെങ്കിൽ മരിക്കുന്നത്. അതിൻ്റെ കാരണം അത്രയും സ്ട്രോങ് കാറുകളാണ് ഇതൊക്കെ. മീൻസ് ബോണറ്റ് കുറച്ചുള്ളത് കൊണ്ട് തന്നെ അത്രയും ഭാഗം കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ നമ്മുടെ അടുത്തേക്ക് എത്തുക. ഇതിൽ ഗൃഹനാഥനെ പുറത്തേക്ക് എടുക്കാൻ നല്ല കഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്, വെട്ടിപ്പൊളിക്കേണ്ടി വന്നു. ആയമ്മ ലെഫ്റ്റ് സൈഡിൽ ഇരുന്നത് കൊണ്ട് അവർ സേഫായി, ഒരു കുഞ്ഞും സേഫായി. ബാക്കി ഒരു കുട്ടി പുറത്തേക്ക് തെറിച്ച് വീണ് മരണപ്പെട്ടു, ഒരെണ്ണം അതിനകത്ത് തന്നെ. അങ്ങനെ 2 കുട്ടികളും അച്ഛനും അമ്മയും ഒരു കുഞ്ഞും രക്ഷപ്പെട്ടു. കുഞ്ഞിന് വീണ്ടും സർജറിയൊക്കെ വേണമെന്ന് പറയുന്നു. അമ്മ മെൻ്റലി വീക്കാണ്, ആകെ പോയി. അവർക്ക് മനസ്സിലായി കൂടെയുള്ളവരൊക്കെ തീർന്നു എന്നുള്ളത്. ഒരു കുഞ്ഞേ സേവ് ആയിട്ടുള്ളൂ, അതിനാണെങ്കിൽ ബോധവുമില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ്? എന്തായാലും അവർക്ക് രക്ഷയില്ല എന്നുള്ളതിനപ്പുറം അവർക്ക് ഇതൊന്നും ഓവർകം ചെയ്യാനുള്ള മനസാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറയുന്നു.
സാധാരണ നമ്മൾ മുൻപൊക്കെ കേൾക്കുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കുട്ടിക്ക് 18 വയസ്സൊക്കെ ആയ ഉടനെ അതിനെ കൊണ്ട് ലൈസൻസ് എടുപ്പിക്കും, എന്നിട്ടൊരു ഇന്നോവ കാർ വാങ്ങിച്ചു കൊടുക്കും. എനിക്ക് ഇന്നോവ എന്ന് കേൾക്കുമ്പോഴേ പേടിയാവുന്ന ഒരു കാര്യം, ഇന്നോവ കാർ നിരന്തരം കേട്ടിരുന്ന ഒരു ആക്സിഡൻ്റാണ്. ഞാൻ മുൻപൊക്കെ എപ്പോഴും പത്രത്തിൽ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു കോണിൽ കാണും ഇന്നോവ തട്ടി മരിച്ചു ഒരു കുടുംബത്തിലെ മുഴുവൻ പേരും ഒന്നിച്ച് വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ സംഭവിച്ചതാണ് എന്ന് കേട്ടിട്ടുണ്ട്. അതേപോലെ ഗുരുവായൂർ അമ്പലവും അങ്ങനെ ഫേമസ് ആണ്, ചോറൂണിഞ്ഞ് പോകുന്നതാണ്. പറ്റുമെങ്കിൽ അയലത്തുകാരനെയും കൂടെ വണ്ടിക്കകത്ത് കുത്തി കയറ്റും, എന്നിട്ട് ഇത് എവിടെയെങ്കിലും കൊണ്ടുവച്ച് ഇടിച്ച് കയറ്റും. അപ്പോൾ ഇത് ഇടിച്ച് കയറ്റുന്നവരുടെ കുറ്റമാണോ അല്ലേ എന്നല്ല, നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. നമുക്ക് മാത്രം വരുന്ന മിസ്റ്റേക്ക് കൊണ്ടല്ല ആക്സിഡൻറ്റ് ഉണ്ടാവുക, ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കുള്ള കയ്യിരിപ്പ് കൊണ്ട് നമുക്ക് ആക്സിഡൻറ്റ് ഉണ്ടാവും. നല്ല വിജിലൻ്റ് ആയിരിക്കണം, നല്ല സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡ്രൈവിങ്. നിരത്തിലൊക്കെ ഇറങ്ങിയാൽ ചിലവന്മാരുടെ ഓടിപ്പ് കണ്ടാൽ ഇറങ്ങി 2 പൊട്ടിക്കാൻ തോന്നും, നമ്മളൊന്നും ഒന്നുമല്ലാന്ന് തോന്നും, സൈഡ് ഒതുക്കി നിർത്തി അവർ പോട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്യാറുണ്ട്. രാത്രിയിലുള്ള ഡ്രൈവിങ്ങിലെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ലൈറ്റിംഗ് ആണ്. ഓപ്പോസിറ്റ് വരുന്നവരെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ഡിമ്മാക്കി കൊടുക്കാതെ ബ്രൈറ്റാക്കി അടിച്ചു പിടിച്ചിരിക്കും. വഴി ശരിക്ക് വ്യക്തമല്ലാച്ചാൽ അത് ഇടിക്കുകയല്ലാതെ വേറെ നിവൃത്തി ഉണ്ടാവില്ല. മിക്കവാറും ആക്സിഡൻറ്റിൻ്റെ മെയിൻ റീസൺ അത് തന്നെയായിരിക്കും. പിന്നെ ഈ പറയുന്ന ആൾ പറയുന്നത് പോലെ അവർ കരയുന്നുണ്ട് എങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ പുള്ളി ഉറങ്ങിയതാണെന്ന് പറയുന്നു. ഉറങ്ങിയതാണെങ്കിൽ ഇത്രയും സ്പീഡിൽ വന്നിടിക്കുമോ? ഉറക്കം ചെറിയ രീതി വരുന്നുണ്ടെങ്കിൽ എത്രയും സ്പീഡിലേക്ക് വണ്ടി കുത്തി കയറ്റുമോ? അറിയില്ല. ഉറങ്ങിയതായിരിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഇവർ പറയുന്നത് കണക്കാണെങ്കിൽ ബ്രേക്ക് പിടിച്ചിട്ട് കറങ്ങി വന്ന് ഇടിച്ചതാണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആഘാതം കുറയണമല്ലോ. എവിടെയോ എന്തോ മിസ്സിങ്. എന്ത് തന്നെ ആയിരുന്നാലും ആ കുടുംബത്തിന് വൻ നഷ്ടമുണ്ടായിട്ടുണ്ട്. മെയിനായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഈ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രഹസനമുണ്ടല്ലോ, അതങ്ങ് ഒഴിവാക്കുക. ചിലപ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് വേറെ എങ്ങും പോകാനില്ലാതെ വീട്ടിനകത്ത് ഇങ്ങനെ കയറി കെട്ടിയിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ശരി എയർപോർട്ട് വരെയെങ്കിലും ഒന്ന് യാത്ര പോകാം. അത് ചെയ്യരുത് ദയവ് ചെയ്തിട്ട്. അങ്ങനെ നിങ്ങൾ വെറുതെ പോയി അവർക്ക് കുറേ കൂടെ പ്രയാസം ഉണ്ടാക്കി കൊടുക്കും എന്നതിനപ്പുറം അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുക. വീട്ടിൽ വെച്ച് തന്നെ നല്ല സന്തോഷത്തോടു കൂടി അവരെ പറഞ്ഞു വിടുക. എനിക്ക് കരയണമെങ്കിൽ അവിടെ നിന്ന് കരയുക എന്നതിനപ്പുറം എയർപോർട്ടിൽ പോയി ഷോ കാണിക്കാൻ നിൽക്കരുത്. അതൊരു ശരിക്കും പറഞ്ഞ ഒരു ബേർഡനാണ്. പോകുന്നവർക്കും കൊണ്ടുവരുന്നവർക്കും അങ്ങനെ തന്നെ. ഇപ്പോൾ വരുന്ന സമയത്തും അങ്ങനെ തന്നെ ഒരു 10-20 പേരെയും കെട്ടിക്കയറി കൊണ്ടുവരാതിരിക്കുക. ഇങ്ങോട്ട് തന്നെയല്ലേ വരിക, വേറെ അങ്ങോട്ട് വഴിയിൽ ഇങ്ങോട്ട് ഇറങ്ങി ഓടിക്കളയുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് മരണങ്ങളും ഒരുപാട് അപകടങ്ങളും ആയതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. അല്ലാതെ ഇത് ചെയ്തത് തെറ്റാണെന്നോ ഒന്നും പറയാനില്ല. എന്തായാലും വൻ നഷ്ടം. ആ പയ്യൻ അത്രയും ചെറുപ്പത്തിൽ പോകേണ്ടി വന്നു, കുട്ടികൾക്കൊപ്പം ഒരു കരുതലില്ലാതെ ചെയ്തു എന്നാണ്. സാധാരണ അയാൾ ഡ്രൈവറെ വെച്ച വണ്ടി ഓടിക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പം എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. എന്തിനീ ഇത് കാണിക്കാൻ പോയി, അതുകൊണ്ടുള്ള നഷ്ടം എന്താണ്? ആ കുട്ടികൾ അതൊന്നും അറിയാതെ ആ കുഞ്ഞുങ്ങൾ ഉറക്കത്തിൽ പോയില്ലേ, അത്രയേ ഉള്ളൂ. കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി. ദയവ് ചെയ്തിട്ട് എന്നെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, മീൻസ് ഇത്തരത്തിലുള്ള യാത്രകൾ എടുക്കുന്നവരുണ്ടെങ്കിൽ കുടുംബത്തോടൊപ്പം പോകുമ്പോൾ കുറച്ച് മിതത്വം പാലിക്കുക. നമ്മൾ ഓടി എങ്ങും എത്താനില്ല, പയ്യെ പോയാൽ മതി. പോകേണ്ട സ്ഥലത്ത് നിന്ന് 1/2 മണിക്കൂർ മുൻപേ ഇറങ്ങുക. ഉറക്കമുണ്ട് എന്ന് തോന്നിയാൽ വണ്ടി എവിടെയെങ്കിലും സൈഡ് ഒതുക്കിയിട്ട് ഉറങ്ങുക. അത് വീട്ടിൻ്റെ മുറ്റത്തേക്കായിരുന്നെങ്കിൽ പോലും അങ്ങനെ തന്നെ ചെയ്യുക. ഒരു കാരണവശാലും ഉറക്കം കണ്ണിലുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം അത് നമുക്ക് ഭയങ്കര ഡാമേജ് ഉണ്ടാക്കി തരും. പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയാണ്. ഒറ്റയ്ക്കാണെങ്കിൽ കൊണ്ടോടിച്ചോ ഒരു കുഴപ്പമില്ല, നമുക്ക് മാത്രം സംഭവിക്കാൻ പോകുന്നതല്ലേ, ആയിക്കോട്ടെ എന്ന് വെച്ച് ധൈര്യസമേതം കൊണ്ടുപോകുക. അതേസമയം കൂടെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അയാളുടെ ജീവൻ നമ്മൾ ഉത്തരവാദിയാണ്. നമ്മൾ കൊണ്ടിടിച്ചാൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന ആ ഒരു ആഘാതം അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആകെ മൊത്തത്തിൽ നമ്മളെയും മറ്റുള്ളവരെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം വണ്ടി ഓടിക്കാൻ ഇറങ്ങുക എന്നുള്ളതാണ്. സ്ഥിരമായി ഡ്രൈവറെ വെച്ചിരുന്ന ആൾ ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ചാടി കയറിയത് കൊണ്ടാണോ എന്നും സംശയമുണ്ട്. താറ് പോലുള്ള ഒരു വാഹനത്തിന് ഇങ്ങനെ ഇത്രയധികം രീതിയിൽ ആളെ ശരിയാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്ത് സേഫ്റ്റിയാണ്. ഇതൊക്കെ മാരുതി ആയിരുന്നെങ്കിൽ അതിൻ്റെ അടിയിൽ നിന്നാണ് നുള്ളിപ്പറക്കി എടുക്കേണ്ടി വന്നിട്ടുണ്ടാവുമായിരുന്നു. ഏതായാലും ആർക്കും ഇങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. ആക്സിഡൻസ് ഇല്ലാത്തൊരു ലോകം അത് സാധ്യമാവത്തില്ല. കെയർ വളരെ കുറവാണ്. നമ്മൾ വളരെ അലക്ഷ്യമായിട്ടിരിക്കുന്നതിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ രണ്ടുപേരിൽ ഒരാൾ സേഫ് ആയതിൻ്റെ റീസൺ ബെൽറ്റ് ആണെന്ന് പറയുന്നു, സീറ്റ് ബെൽറ്റ് ആണെന്ന് പറയുന്നു. പക്ഷെ പിന്നിലുള്ളവർക്ക് അതില്ലല്ലോ. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. നമ്മൾ വെറും നിയമങ്ങൾ പാലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറേ അധികം കാര്യങ്ങൾ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. കുറച്ചുകൂടെ വിജിലൻ്റ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാൾക്ക് ഇത്ര അകാലത്തിൽ ഇങ്ങനെ ഒരു മരണം വേണ്ടി വരില്ലായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും നഷ്ടം തന്നെയാണ്. അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ആർക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. കേട്ടപ്പോൾ അത്രയും പ്രയാസം തോന്നിയ, അത്രയും വേദന തോന്നിയ ഒരു ഇൻസിഡൻ്റാണ്. അത് നിങ്ങൾക്കൊപ്പം ഞാൻ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചു, എനിക്ക് തോന്നിയ ഒരു കാര്യം ആ അമ്മയും കുഞ്ഞും രക്ഷപ്പെടില്ല എന്നുള്ളതാണ്. പക്ഷേ അവർ സേവ് ആകും എന്ന് തന്നെയാണ് ആശുപത്രി വൃന്ദങ്ങൾ പറയുന്നത്. രക്ഷപ്പെടട്ടെ.
സുഖം പ്രാപിക്കട്ടെ. പക്ഷേ രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുന്നവർ വളരെ വിജിലൻ്റ് ആവുക, നല്ലപോലെ സൂക്ഷിക്കുക. ഈ ലൈറ്റ് ഒരു പ്രശ്നമാണ്. അത് ഞാൻ നേരിട്ട ഒരു അനുഭവമായതുകൊണ്ടാണ് ഇതിവിടെ ഷെയർ ചെയ്യുന്നത്. കൂടെ കുടുംബാംഗങ്ങളെ കൊണ്ടുപോകുമ്പോൾ മാക്സിമം നൈറ്റ് ഡ്രൈവ് ഒഴിവാക്കുക എന്ന് മാത്രമല്ല, നമുക്ക് നല്ല പരിചയമുള്ള റോഡാണെങ്കിൽ മാത്രം സ്പീഡ് എടുക്കുക. അല്ലാത്ത പക്ഷം മിനിമം സ്പീഡിൽ പോവുക. ഒരു പ്രശ്നവുമില്ല, പയ്യെ എത്തിയാൽ മതി എന്ന് വിചാരിക്കുക. ജീവിതം നമ്മുടേതാണ്, നമ്മുടെ ജീവനുകളാണ്, നമുക്ക് പ്രിയപ്പെട്ടവരാണ് വണ്ടിയിലുള്ളത്. അവർക്കൊന്നും വരാതിരിക്കുക എന്നുള്ളത് നമ്മളുടെയും കൂടെ ആവശ്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയുധം കയ്യിലെടുക്കുക. ഡ്രൈവിംഗ് സ്റ്റേഷനിലേക്ക് കയറിയിരിക്കുക ധൈര്യത്തോടു കൂടി. ക്രേസിന് വേണ്ടിയിട്ടൊന്നും അതിനകത്ത് കയറി അങ്ങനെ ഇരിക്കാതിരിക്കുക. താർ വണ്ടി അത്രയും സ്ട്രോങ് ആയിട്ട് പോലും അതിന് ആ ജീവൻ രക്ഷിക്കാനായില്ല എങ്കിൽ എന്ത് പ്രയോജനം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.